നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ടിം പീറ്റർ. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വേൾഡ് നോ ടൊബാക്കോ ഡേ മെയ് 31 ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാം. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. വേൾഡ് ടൊബാക്കോ ഡേ ഓർ ലോക പുകയില വിരുദ്ധ ദിനം, വേൾഡ് നോ ടൊബാക്കോ ഡേ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടനയുടെ തീരുമാനപ്രകാരം മെയ് 31 എന്ന ദിവസമാണ് വേൾഡ് നോ ടൊബാക്കോ ഡേ ആയിട്ട് ലോകമെമ്പാടും ആചരിക്കുന്നത്. അപ്പോൾ ആദ്യമേ എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടന? ഒരു വ്യാധി, രോഗം ലോകമെമ്പാടും പടർന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നിലവിലില്ല എങ്കിൽ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം ബിറ്റ്വീൻ ദ കൺട്രീസ്, ബിറ്റ്വീൻ ദ കോണ്ടിനെൻറ്റ്സ്, എല്ലാവർക്കും ഒരു യൂണിഫോം പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നോ ടൊബാക്കോ ഡേ. ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ കുറച്ചെങ്കിലും ഇന്നത്തെ ദിവസം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം നോ ടൊബാക്കോ ഡേ ആയിട്ട് ആചരിക്കുന്നത്? WHO താല്പര്യപ്രകാരം. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1987 ആണ് മെയ് 31 വേൾഡ് നോ ടൊബാക്കോ ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ച വിവരം ലോകത്തെ അറിയിച്ചത്. ഇനി വേൾഡ് നോ ടൊബാക്കോ ഡേ എന്നത് മാത്രമല്ല, ഒരു ആരോഗ്യപരമായിട്ടുള്ള റാദർ ഹെൽത്ത് ഡേയ്സ് അക്രോസ് ദ കലണ്ടർ ഇയർ. ഇതിനു പുറമെ 10ഓളം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡേയ്സ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7, വേൾഡ് മലേറിയ ഡേ ഏപ്രിൽ 25, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ജൂലൈ 28, വേൾഡ് എയ്ഡ്സ് ഡേ ഡിസംബർ 1, വേൾഡ് ട്യൂബർക്കുലസ് ഡേ മാർച്ച് 24. അപ്പോൾ അങ്ങനെ 10ഓളം പ്രോമിനൻ്റ് ഡേയ്സ് വേൾഡ് ഹെൽത്തിൻ്റെ കലണ്ടറിൽ ഉണ്ട്. അപ്പോൾ അതാണ് WHO ആക്ടിവിറ്റീസിൻ്റെ ഒരു സമ്മറി റിഗാർഡിംഗ് ദ ഹെൽത്ത് കെയർ അക്രോസ് ദ ഗ്ലോബ്. ഇനി നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ വേൾഡ് നോ ടൊബാക്കോ ഡേയിലേക്ക് വരാം. ഇപ്പോൾ 1987 ആണ് WHO മെയ് 31 നോ ടൊബാക്കോ ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു ചരിത്രമുണ്ട്. തലേ വർഷം 1986 ഏപ്രിൽ 7 ഒരു 24 hours പീരീഡ് പരിപൂർണമായും സ്മോക്കിങ്ങിൽ നിന്ന്, സിഗരറ്റ് വലിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനായിട്ട് ലോകമെമ്പാടുമുള്ള ഒരു ആഹ്വാനം WHO ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിലാണ് മെയ് 31 വേൾഡ് നോ ടൊബാക്കോ ഡേ ആയിട്ട് 1988 മുതൽ തീരുമാനിച്ചത്. ആ തീരുമാനം ലോകമെമ്പാടും
സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തീരുമാനം വർഷാവർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. WHO അതിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോകുന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർഷവും ഓരോ പ്രത്യേകതകൾ WHO മുന്നോട്ട് വെച്ചായിരുന്നു. അതായത് ഒരു തീം, ഒരു വർഷം, ഈ വർഷം ഇപ്പോൾ 2021, ഈ വർഷം നോ ടൊബാക്കോ ഡേയുടെ തീം എന്താണ്? അപ്പോൾ ഈ വർഷത്തെ തീം WHO സെറ്റ് ചെയ്തിട്ടുള്ളത് കമ്മിറ്റ് ടു ക്വിറ്റ് എന്നാണ്. അപ്പോൾ ഇത് ആദ്യമായല്ല ഒരു വർഷം ഒരു തീം WHO സെറ്റ് ചെയ്യുന്നത് റിഗാർഡിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്വിറ്റിംഗ് ഓഫ് സ്മോക്കിംഗ്. ഇപ്പോൾ പിന്നോട്ട് നോക്കുകയാണെങ്കിൽ 2006 ടൊബാക്കോ ഡെഡ്ലി ഇൻ എനി ഫോം ഓർ ഡിസ്ഗൈസ് എന്നായിരുന്നു തീം. കുറച്ചുകൂടെ മുന്നോട്ട് റീസെൻ്റ് ആയിട്ടുള്ള ഒരു 4-5 വർഷത്തെ തീംസ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ 2017 തീം, നോ ടൊബാക്കോ ഡേയുടെ തീം എന്ന് പറയുന്നത് ടൊബാക്കോ എ ത്രെറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്നായിരുന്നു. 2018 ടൊബാക്കോ ബ്രേക്സ് ഹാർട്ട്സ് ചൂസ് ഹെൽത്ത് അതായിരുന്നു 2018 തീം. 2019 മേക്ക് എവറി ഡേ വേൾഡ് നോ ടൊബാക്കോ ഡേ. 2020 ടൊബാക്കോ എക്സ്പോസ്ഡ് ദ സീക്രട്ട് ഇസ് ഔട്ട്. ഈ വർഷം 2021 കമ്മിറ്റ് ടു ക്വിറ്റ്. ലോകത്തെ ജനങ്ങളുടെ ആക്ടിവിറ്റീസിൻ്റെ ബേസിൽ, അസുഖങ്ങളുടെ പ്രിവലൻസിൻ്റെ ബേസിൽ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടാണ് WHO ഈ ഒരു തീമിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് ഓരോ വർഷവും നോ ടൊബാക്കോ ഡേ ആചരിക്കേണ്ടത് എന്നതും അതിൻ്റെ ഇമ്പോർട്ടൻസുമാണ് ഈ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് വരാം, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് വരാം. ഇന്ത്യ. നമ്മൾ ഇന്ത്യയിൽ നമുക്കറിയാം നമ്മുടെ ടോട്ടൽ ജനസംഖ്യ 130 കോടി ജനങ്ങളാണെന്ന് നമ്മൾക്കറിയാം. കണക്കുകൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ദശലക്ഷ കണക്കിൽ പറയാം. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഏകദേശം 120 ദശലക്ഷം സ്മോക്കേഴ്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1200 ദശലക്ഷം ആൾക്കാരാണ്. ഇൻ അതർ വേർഡ്സ് 10 പേരിൽ ഒരാൾ സ്മോക്കറാണ് ഇന്ത്യയിൽ ഇന്ന്. 120 ദശലക്ഷം സ്മോക്കേഴ്സ് ഇൻ ഇന്ത്യ ഇൻ എ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് 1200 ദശലക്ഷം ആളുകൾ. അപ്പോൾ 10-1 സ്മോക്കേഴ്സാണ്. വേറെ ഒരു കണക്ക് പ്രകാരം ഇന്ത്യ ലോകത്തെ ടോട്ടൽ കണക്ക് നോക്കുമ്പോൾ ലോകത്തെ ടോട്ടൽ സ്മോക്കേഴ്സിൻ്റെ 12% ഇന്ത്യയിലാണ്. പിന്നെ റിഗാർഡിംഗ് ദ ഡെത്ത്സ്, മരണനിരക്ക് പറയുകയാണെങ്കിൽ 10 ദശലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ ഒരു വർഷം മരിക്കുന്നു ബിക്കോസ് ഓഫ് സ്മോക്കിംഗ്. കുറച്ചുകൂടെ ഡീറ്റെയിൽസിലോട്ട്, ഇപ്പോൾ ഒരു സ്മോക്കർ, ഇന്ത്യയിലെ ഒരു ആവറേജ് ഡെയിലി സ്മോക്കർ ഏകദേശം കണക്കുകൾ സൂചിപ്പിക്കുന്നത് അറൗണ്ട് 6 to 8 സിഗരറ്റ്സ് ദിവസവും വലിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയിലെ ഗവൺമെൻറ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്
5 to 8 cigarettes per day is bad enough to make that person fatal. അപ്പോൾ ഇതിൽ കുറവ് സിഗരറ്റ് വലിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു ടോട്ടൽ അറൗണ്ട് 120 ദശലക്ഷം സ്മോക്കേഴ്സ് ആണ് ഇന്ത്യയിലുള്ളത്. കണക്കുകൾ പറയുന്നത് ഈ 120 ദശലക്ഷം സ്മോക്കേഴ്സിൽ 50% താഴെയുള്ള ആളുകൾ ഒരു ലെസ് ദാൻ 5 സിഗരറ്റ്സ് പെർ ഡേ ആണ് വലിക്കുന്നത്. ഒരു 30% ആൾക്കാർ 5 to 10 സിഗരറ്റ്സ് പെർ ഡേ ആണ് വലിക്കുന്നത്. ഒരു 15% ആൾക്കാർ 10-ൽ കൂടുതൽ സിഗരറ്റ്സ് ഒരു ദിവസം വലിക്കുന്നുണ്ട്. ഒരു 5% ആൾക്കാർ 20-ൽ കൂടുതൽ സിഗരറ്റ്സ് ഒരു ദിവസം വലിക്കുന്നുണ്ട്. The more cigarettes you take a day, the more chances of fatality for you. സിഗരറ്റ് ഒരെണ്ണം ഒരു ദിവസം വലിച്ചാലും യു ആർ കോളിംഗ് ഫോർ ഡേഞ്ചർ. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണം ഇൻഡിവിജ്വലിനോ വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ഉണ്ടാവുന്നില്ല, മറിച്ച് ദോഷം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ എന്തിന് ഇത്? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനത് ചെയ്യുന്നു? ഇതാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചിന്തിക്കേണ്ട വിഷയങ്ങൾ. അപ്പോൾ ഈ കണക്ക് പ്രകാരം, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം സ്മോക്കേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ. അതായത് 2005 ഒരു 20% ഓഫ് പോപ്പുലേഷൻ സ്മോക്കേഴ്സ് ആയിരുന്നുവെങ്കിൽ 2019, അതായത് 14 വർഷം കഴിയുമ്പോഴത്തേക്കും കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആ കണക്ക് കുറഞ്ഞിട്ടുണ്ട്, 14% കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ അവസാനിക്കുന്നില്ല. 14% ആണെങ്കിലും ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അനാവശ്യമായി നമ്മൾ നമുക്കും കുടുംബത്തിനും ഈ സ്മോക്കിംഗ് കാരണം ഉണ്ടാക്കാവുന്ന ബാധ്യതകൾ, അസുഖങ്ങൾ, ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് കൊടുക്കുന്നത് പോലെ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, മറിച്ച് ദൂഷ്യവശങ്ങൾ ഒരുപാടുണ്ട് താനും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. വേണോ? എന്തിന്? നിർത്തേണ്ടതാണെങ്കിൽ നിർത്തുക തന്നെ വേണം. കുറച്ചുകൂടി ഇൽ ഇഫക്ട്സ് ഓഫ് സ്മോക്കിംഗ് ഓർ വൈ ടു ക്വിറ്റ് സ്മോക്കിംഗ്. നമ്മൾ എന്തിന് സ്മോക്കിംഗ് നിർത്തുന്നു? എന്തിനാണ് സ്മോക്കിംഗ് ചെയ്താൽ എന്താണ് പ്രയോജനം? സ്മോക്കിംഗ് നിർത്തേണ്ട ആവശ്യകതകൾ എന്താണ്? നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്കത് ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹെഡ് ടു ടോ നമ്മുടെ ഹെഡ്, CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം ചെക്ക് ചെയ്യുകയാണെങ്കിൽ മൂഡ് ഇഫക്ട്സ്, ആങ്സൈറ്റി, മുടി, ഹെയർ ലോസ്, സ്ത്രീകളെ സംബന്ധിച്ച് ഏർലി മെനോപോസ്, നമ്മുടെ ഐസ്, പുവർ വിഷൻ, ലോസ് ഓഫ് ടേസ്റ്റ്, ലോസ് ഓഫ് സ്മെല്ലിംഗ്. അതേസമയം നമ്മുടെ ഓറൽ ക്യാവിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓറൽ ക്യാൻസർ, മെലനോസിസ്, സ്മോക്കേഴ്സ് മെലനോസിസ്, പല്ലിനെയും മോണയും ബാധിക്കാം. ഹെഡ് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ബ്രോങ്കൈറ്റിസ്, നമ്മുടെ ലങ്സ്, പെർസിസ്റ്റൻറ്റ് കഫിങ്, ചുമ, കൺസ്ട്രിക്ഷൻസ്, ഹാർട്ട് ഡിസീസസ്, കൊറോണറി ഡിസീസസ്, പിന്നെ സെർവൈക്കൽ ക്യാൻസർ, നമ്മുടെ GIT, നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇൻഫെർട്ടിലിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റം ക്യാൻ ഗെറ്റ് എഫക്റ്റഡ്, ഡയബറ്റിസ് കോംപ്ലിക്കേഷൻസ് പോസിബിൾ ആണ്, ബ്ലഡ് ക്യാൻസർ പോസിബിൾ ആണ്, പ്രഗ്നൻസിനെ എഫക്റ്റ് ചെയ്യാം, സ്കിന്നിനെ എഫക്റ്റ് ചെയ്യാം, ലിംസിനെ എഫക്റ്റ് ചെയ്യാം, ഹാൻഡ്സ് ആൻഡ് ടോസ്. In short, head to toe, the entire body can get affected in a negative manner because of smoking. So,
വീണ്ടും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് തല തൊട്ട് കാല് വരെ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു ഹാബിറ്റ്, യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു ഹാബിറ്റ്, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾ തുടരുന്നത് എന്തിന്? ഗവൺമെൻറ് ഒരുപാട് റെഗുലേഷൻസ് വരുത്തിയിട്ടുണ്ട് എഗെയിൻസ്റ്റ് ദ സ്മോക്കിംഗ് ഇൻ ദ പബ്ലിക്, against the promotion of smoking in movies, advertisements, sponsors, brands. പക്ഷേ വൺസ് ഒരു മനുഷ്യൻ സ്മോക്കിംഗ് നിർത്തുകയാണ് എന്ന് തീരുമാനിക്കാതെ ഇതുകൊണ്ടൊന്നും പ്രയോജനമുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ദിവസം ലെറ്റ് us pledge, നമുക്ക് തന്നെ ഒരു പ്രതിജ്ഞ എടുക്കാം, ടു ആക്ട് എഗെയിൻസ്റ്റ് സ്മോക്കിംഗ്, സോ ദാറ്റ് ഇൻ ദ കമ്മിങ് ഡേയ്സ്, ഇൻ ദ കമ്മിങ് ഇയർ, വരും തലമുറ, വരും ദിവസങ്ങളിൽ ഒരു ആൾക്കെങ്കിലും സ്മോക്കിംഗ് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ മാറിയിട്ടുണ്ട് എന്നാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, അറിയാതെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഓക്കെ, ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. 2021 to 2022 വരുന്ന ഒരു വർഷം, അടുത്ത വേൾഡ് നോ ടൊബാക്കോ ഡേക്ക് മുമ്പ് കണക്കുകൾ കുറയട്ടെ, നമ്മുടെ ജീവിതവും ജീവിതശൈലിയും ആരോഗ്യപ്രദമാവട്ടെ, സ്മോക്കിംഗ് കാരണമുണ്ടാവുന്ന വ്യാധി, അസുഖം പൂർണ്ണമായി മാറട്ടെ. അതിന് പുകയില അല്ലെങ്കിൽ സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ക്വിറ്റ് ചെയ്യാം, ത്യജിക്കാം. ആൻഡ് ലെറ്റ് us see what difference it makes to our life. ഓക്കെ, ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും വരുന്ന ഒരു വർഷത്തേക്കുള്ള നന്മകൾ നേരുന്നു. All the best. Thank you.